പൗലോസ് തന്റെ രണ്ടാമത്തെ മിഷണറി ജേർണിയിലാണ് ആദ്യമായി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഫിഷുകാരനെ കണ്ടുപിട്ടുന്നത്. തന്റെ ഒന്നാമത്തെ മിഷണറി ജേർണി ഞാൻ ഇങ്ങനെയൊക്കെ തുടങ്ങത്തുള്ളൂ, കുഴപ്പമില്ലല്ലോ. ഹലോ ഹലോ, ശക്തിയോടെ ഉറക്കെ. എൻ്റെ ഒന്നാമത്തെ മിഷണറി ജേർണി കഴിഞ്ഞു. രണ്ടാമത്തെ മിഷണറി ജേർണി തെക്കൻ ഗലാത്യയിൽ ആരംഭിക്കുവാൻ താൻ ആഗ്രഹിച്ചു. ഏഷ്യ പ്രവശ്യയിൽപ്പെട്ട സകല ജാതികളോടും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം തന്റെ ഹൃദയത്തിൽ അങ്കുരിച്ചു. ആ നാളുകളിൽ ആ മനുഷ്യൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസിഡോണിയക്കാരനായ ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നത്തിൽ തനിക്ക് മുമ്പിൽ ഇറങ്ങി വന്നു. ആ മാസിഡോണിയക്കാരനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, "We are Macedonians, come over to us and help us." ഞങ്ങൾ മാസിഡോണിയക്കാർ, ഞങ്ങളുടെ അരികിലേക്ക് വരിക, ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ആ വിളിക്ക് മക്കതോന്യ വിളി എന്നൊരു പേരുണ്ട്. ആ വിളി കേട്ട സകല ദൈവ പൈതങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവ മക്കതോന്യ വിളി അനേക വ്യക്തികൾക്ക് നൽകി കൊടുക്കുവാൻ പോകുന്നു. നിനക്കൊരിക്കലും പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല എന്ന് കരുതുന്ന മണ്ഡലങ്ങളിലേക്ക് നിന്നെ കയറ്റി വിടുവാൻ സ്വർഗത്തിലെ ദൈവം പകൽക്കാലം നിന്നെടുത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുക. ശക്തിയോടെ, ഇതുപോലെ ശക്തിയോടെ മാസിഡോണിയക്കാരനായ ചെറുപ്പക്കാരന്റെ വിളി ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കുന്ന അപ്പോസ്തലൻ ദർബാ ലുസ്ത്രി ഭാഗങ്ങളിലേക്ക് ചെല്ലുന്നു. 13-14 വയസ്സുള്ള ഒരു തിമോത്തി എന്ന് പറയുന്ന ഒരു കൗമാരപ്രായക്കാരൻ ആ കാലങ്ങളിൽ തന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. എനിക്കറിയാം, കൗമാരപ്രായ കാലഘട്ടത്തിൽ ഒരുവൻ എന്റെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിച്ച നാളിൽ അവൻ അപ്പോസ്തലികത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കും. ഒരു മാസിഡോണിയൻ കോൾ മാത്രമല്ല, ഒരു അപ്പോസ്തലികത്വത്തിലേക്ക് കയറി ചെല്ലുവാൻ ഒരു വിളി ഇന്ന് പകൽക്കാലം ഇതിന്റെ മതിൽ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. എനിക്കറിയാം, ചിലരെ ഇന്ന് പകൽക്കാലം കർത്താവ് അപ്പോസ്തലികത്വത്തിലേക്ക്. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 13 വയസ്സിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. 30 വയസ്സ് അവസാനിക്കുന്നതിന് മുൻപ് ഇവൻ അപ്പോസ്തലൻ എന്നറിയപ്പെടുവാൻ ദൈവോടെയാക്കുകയാണ്. ഇന്ന് പകൽക്കാലം ചിലരെ അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് പ്രാപിക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ പ്രാപിച്ചോ? വിളിച്ചു പറയുന്നു, ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ പ്രാപിച്ചോ? പ്രാപിച്ചോ? പറ്റത്തില്ല, പ്രാപിച്ചോ? ശക്തിയേറിയ അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ തയ്യാറാകാം. ചാടിക്കിടക്കാമെങ്കിൽ ചാടിക്കിടക്കാം. ചാടി പിടിക്കാൻ കഴിയുമെങ്കിൽ ചാടി പിടിക്കാം. കാരണം സ്വർഗരാജ്യം ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുകയാണ്. ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ബലാത്കാരികളെ നിനക്ക് ചെന്ന് പ്രാപിക്കാം. പ്രാപിക്കാം, പ്രാപിക്കാം. ഞാൻ വിളിച്ചു പറയുന്നു, പ്രാപിച്ചോ? പ്രാപിച്ചോ? ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലം മാറി തുടങ്ങി. മണ്ഡലം മാറി തുടങ്ങി. ദേശാന്തര ശക്തികൾ തളർന്നു തുടങ്ങി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 4 അതിരുകളെ വിട്ട് പൈശാചികതകൾ വഴിമാറുന്നു. 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 അവർക്ക് നിൽക്കുവാൻ കഴിയുന്നില്ല. അവർ ഇന്ന് പൽക്കാലം തളരുന്നു.
അവർ വഴിമാറുകയാണ്. അഷ്ടദിക്കുകളിൽ നിന്നും 8 ദിക്കുകളിൽ നിന്നും 8 ദിക്കുകളിൽ നിന്നും 8 ദിക്കുകളിൽ നിന്നും 8 ദിക്കുകളിൽ നിന്നും പൈശാചികത്വങ്ങളിൽ നിന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായി വഴിമാറുന്നു. പരാജയം സംഭവിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ക്രിയ, ദൈവത്തിന്റെ ക്രിയ, ദൈവത്തിന്റെ ക്രിയ, ക്രിയ ക്രിയ. തിമോത്തിയെ കണ്ടുമുട്ടുന്ന അപ്പോസ്തലനായ പൗലോസ് ചരിത്രം രേഖപ്പെടുത്തുന്ന പോലെ ഒന്നാമത്തെ മിഷണറി ജേണി രോഗിയായി. രോഗിയായ താൻ ഒരു വൈദ്യനെ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചരിത്രം പറയുന്നു. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ഒരു വൈദ്യനെ കാണുവാൻ താല്പര്യപ്പെടുന്നു. ഒരു വൈദ്യനെ കാണുന്നു. താൻ കണ്ടുമുട്ടിയ വൈദ്യനുമായി ചില നാളുകൾ താൻ സംസാരിക്കുമ്പോൾ താൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ നാളുകളിൽ താൻ കണ്ട മാസിഡോണിയക്കാരനായ ആ യൗവനക്കാരൻ മറ്റാരുമല്ല, തന്റെ കൺമുമ്പിലേക്ക് കടന്നു വന്ന ഈ ഫിഷോകാരൻ തന്നെ. അങ്ങനെ ഈ ഫിഷോകാരനായ ലൂക്കോസ് അപ്പോസ്തലനായ പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി ജേർണിയിലും തന്റെ അവസാന നാളുകളിലും തന്നോടൊപ്പമാകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി. ഈ ലൂക്കോസ് തന്റെ ജീവിത കാലയളവുകളിൽ 2 ചരിത്ര ലേഖനങ്ങൾ എഴുതുവാനിടയായി. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം, 2 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ഉറക്കെ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. സഹോദരിമാരല്ല, സഹോദരന്മാരും പറയണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. ഈ ഫ്രണ്ട് റോ മാത്രമല്ല, ബാക്ക് റോ വരെ പറയണം. ഉറക്കെ പറഞ്ഞ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. വിശ്വാസിയായിരിക്കാൻ ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. ദൈവത്തെ വിളിച്ചത് ശിഷ്യനാകുവാനാണ്. കാരണം ക്രിസ്ത്യാനി എന്ന പദം വിശ്വാസിക്കല്ല ഉണ്ടായത്. ക്രിസ്ത്യാനി എന്ന പദം ശിഷ്യനാണ് ഉണ്ടായത്. ശിഷ്യൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. കാരണമാകയാൽ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുമുണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന പദം വിശ്വാസിയോടല്ല പറഞ്ഞത്, ശിഷ്യന്മാരോടാ പറഞ്ഞത്. വിശ്വസിക്കാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? എന്റെ ചോദ്യം, ആർക്ക് കഴിയും? ശിഷ്യന്മാരോട് പറയുന്ന യേശു, ആ യേശു ഇന്ന് നിങ്ങളോടും പറയുന്നു, ഒരു അപ്പോസ്തലനാകാൻ ശ്രമിക്കുക. ആമേൻ. ഒരു അപ്പോസ്തലനാകാൻ ശ്രമിക്കുക. ശ്രമിക്കുകയല്ല, വാഞ്ചിക്കുക. കാരണം വേദപുസ്തകം പറയുന്ന ലേഖനം 2:20 അപ്പോസ്തലന്മാർ യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കും. അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്റെ മേൽ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സഭയെ പണിയുകയാണ്. സഭ പണിയപ്പെടണമോ? അപ്പോസ്തലൻ വേണം, പ്രവാചകൻ വേണം. അപ്പോസ്തലികത്തെ കുറിച്ച് നീ അറിയണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ വായിക്കണം. വായിക്കുക മാത്രമല്ല, വായിച്ച കാര്യം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടെത്തിക്കുവാൻ നീ താല്പര്യപ്പെടണം. താല്പര്യപ്പെടുന്നവന്റെ മേൽ അത് വരികയാണ്. രാപ്പകൽ ഭേദമെന്ന അപ്പോസ്തല പ്രവർത്തികളുടെ 28 അധ്യായങ്ങൾ ധ്യാനിക്കുന്നവന്റെ മേൽ 6 മാസം കഴിഞ്ഞ് 7ാമത്തെ മാസം എത്തുമ്പോൾ അവനറിയാതെ ആസക്തി വന്നിരിക്കും. ഹലോ ഹലോ, പ്രവർത്തിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ഈ കണ്ണിന് കീഴിൽ വന്നിട്ടുണ്ട്. 1ാമത്തെ അധ്യായം മുതൽ 12ാമത്തെ അധ്യായം വരെ ജെറുസലേം ക്രൂസേഡ്. ആമേൻ. അർത്ഥം, നീ ജനിച്ച പട്ടണത്തിൽ വമ്പൻ ക്രൂസേഡ്. നീ ജനിച്ച പഠനത്തിൽ ഒരു വമ്പൻ മിറക്കിൾ ക്രൂസേഡ് ആരംഭിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നീ തയ്യാറായാൽ ഒരു ഗ്ലോബൽ ലെവലിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ചോ? ഇല്ല, ഇത് പോരാ. നീ ജനിച്ചു വളർന്ന പഠനത്തിൽ
Rababa Sikamani. Hallelujah. Okay. Because you are a called out one to conduct miracle crusades. Receive that power. Receive that power. Get up from there and lift up your hands. Now you can receive that anointing. Almighty. ഇരിക്കുന്ന ഇരിപ്പിടം വിട്ടെഴുന്നേറ്റോ ആ കരം ഉയർത്തിക്കോ. ഇരിക്കുന്ന ഇരിപ്പിടം വിട്ടെഴുന്നേറ്റോ കരം ഉയർത്തിക്കോ. നിന്റെ മേൽ പകരപ്പെടുന്നു. You are a called out one to conduct miracle crusades. Yes. കാരണം അപ്പോസ്തലിക നിലവിൽ വന്ന് വീഴുകയാണ്. You can receive an apostolic Oh mighty Dera Masangaria. Sikamaniyangaria. You can receive an apostolic anointing because the true apostle Jesus Christ, ശരിയായ അപ്പോസ്തലനായ യേശു ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വന്നിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ വിശ്വസിച്ചോ. ശക്തനായ അപ്പോസ്തലനായ യേശു ഇന്ന് apostolic ministry. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഇത് പോരാ, ശക്തിയോടെ ഹല്ലേലൂയ. ശക്തിയോടെ പോരാ. അപ്പോസ്തലിക അഭിഷേകം എന്ന പകൽക്കാലം ജനത്തിന് നിലവിൽ വരുന്നു. പ്രാപിക്കുക കഴിവുള്ളവർ പ്രാപിച്ചോ. Mighty. Yes, you can receive that gift. You can receive. Mighty power of the living God is here. You can receive the mighty power of the living God. Oh, I can see in my vision the apostolic anointing is coming upon this congregation. Apostolic anointing. Promise it. Yes, you can receive. வல்லமாயே இந்த நாளில் எங்கள் மேலே உச்சிடுமே என்ன மேல் பகரணுமே வல்லமாயை சத்தியே உச்சிடுமே அக்கினியை இந்த நாளில் எங்கள் மேலே உச்சிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே உச்சிடுமே வல்லமையே இந்த நாளில் எங்கள் மேலே வல்லமையோடு ஓ வல்லமை காணுமே தேசத்தை உமக்காக கலக்கிட அபிஷேகம் ஊற்றுவே அங்கு கொண்டு உமக்காக எழும்பிட உச்சிடுவே வல்லமையே இந்த நாடு
எங்கள் மேலே உச்சிடுவே அக்கினியை இந்த நாளில் எங்கள் மேலே உச்சிடுவே வல்லமையை இந்த நாளில் எங்கள் மேலே உச்சிடுவே அக்கினியை இந்த நாளில் எங்கள் மீது வல்லமை தாருவே தேசத்தை உமக்காக கலக்கிட. Praise the Lord. Hallelujah. தாருவே உனக்கு தாருவே உனக்கு தாருவே உனக்கு தாருவே இயேசுவே தருவே சக்தியை எங்கள் பாரவே தேசத்தை உமக்காக கலக்கிறார். இந்தியாவை கர்த்தாவினை கலக்கிறார். வடக்கு அமெரிக்க கர்த்தாவினை கலக்கிறார். தெற்கு அமெரிக்க கர்த்தாவினை கலக்கிறார். இந்த நாளில் எங்கள் மேலே உச்சிடுவே அக்கினியே இந்த நாளில் எங்கள் மேலே உச்சிடுவே வல்லமையே இந்த நாளில் எங்கள் மேலே உச்சிடுவே வல்லமையே இந்த நாளில் எங்கள் மீது வல்லமையோடு This nation is of my will, God. Oh, say mighty God, I'm with these people. But these people be strong. Hallelujah.
sweet spring rain. Mercy is falling, falling, falling over me. Mercy is falling, is falling, is falling. Mercy is falling like sweet spring rain. Mercy is falling, falling over me. Hey, oh, I receive your mercy. Hey, oh, I receive your grace. Hey, oh, I will dance forevermore. Hey, oh, I receive your mercy. Hey, oh, I receive your grace. Hey, oh, I will dance forevermore. Hey, oh, hey, oh, hey, oh, hey, oh, hey, oh, ഒന്നുമില്ലാതിരിക്കാൻ എത്രത്തോളമാക്കി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുമാകാൻ 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 അവർക്ക് പറഞ്ഞു എന്തുമാകാൻ അവർക്ക് പറഞ്ഞു എന്തുമാകാൻ എന്തുമാകാൻ ആ പദം പറയുമ്പോൾ ചിന്തിപ്പിക്കുന്ന ഇവാൻ റോബർട്ട്സ് ആണ്. നീണ്ട വർഷങ്ങൾ അവൻ ദൈവത്തിന്റെ സന്നിധി ഉണർവിനായി കാത്തിരുന്നു. അവസാന സ്വർഗത്തിലെ ദൈവത്തോട് അവൻ പറഞ്ഞു ഫാദർ എന്നെ വളയ്ക്കുക. അർത്ഥം നിന്റെ ഇഷ്ടപ്രകാരം എന്നെ വളയ്ക്കുക. അങ്ങനെ 1-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ ജെറുസലേം ക്രൂസേഡ്. അർത്ഥം നിന്റെ പട്ടണത്തിൽ നീ ഒരു ക്രൂസേഡ് ആരംഭിക്കുക. അപ്പോസ്തോലിക് അനോയിന്റിംഗ് നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ you are going to conduct miracle crusades. ഹലോ എല്ലാവരെയും ഇതിനായി ദൈവം വിളിച്ചിട്ടില്ല. എല്ലാവരെയും ദൈവം ഇതിനായി വിളിച്ചിട്ടില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഘോഷനാകുവാൻ that anointing is upon this ministry. Yes. എന്റെ ദൈവത്തിന് വേണ്ടി ഘോഷനാകുവാൻ താല്പര്യമുള്ളവരുടെ മേലാണ് എന്റെ ദൈവം ഇത് പകരാൻ തയ്യാറാകുന്നത്. എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഘോഷനാകാൻ തയ്യാറാകുകയാണ്. പണം എവിടെ വരുമെന്ന് ചിന്തിക്കേണ്ട, പണം ദൈവം തരും. ഓയ് ആളെവിടെ വരുമെന്ന് ആളെവിടെ നിന്ന് വരുമെന്ന് നീ ചിന്തിക്കേണ്ട, ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നീ തയ്യാറായാൽ ദൈവം പ്രവർത്തിക്കും. നീ ഒരു കാലിന്റെ ദൈവത്തിന് വേണ്ടി വെക്കാൻ തയ്യാറായാൽ എന്റെ ദൈവം അത് വേഗത്തിൽ 100 സ്റ്റെപ്സുകൾ നിനക്ക് വേണ്ടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞിരിക്കും. അപ്പോസ്തോലിക് അനോയിന്റിംഗ് നിന്റെ മേലുണ്ടെങ്കിൽ ജെറുസലേമിൽ നീ ജനിച്ചു വളർന്ന പട്ടണത്തിൽ ആദ്യം ഒരു മിറാക്കിൾ ക്രൂസേഡ്. ഞാൻ ഈ ഗ്രൗണ്ടിൽ അങ്ങോട്ട് വന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു പദമുണ്ട്, നാളുകൾ താമസിക്കില്ല ഈ ഗ്രൗണ്ട് നിറയും. നാളുകൾ താമസിക്കില്ല ഈ ഗ്രൗണ്ട് നിറയും. ശക്തിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ രാത്രി ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. സകല ബാക്കി കാര്യം ശക്തികളും തകരുകയോ. ഈ ദേശത്തെ ഭരിച്ചു മുടിക്കുന്ന സകല അന്ധമായ ശക്തികൾ ഇവിടെ തകരുകയാണ്. ഈ ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ഉയർത്തൽ നൽകുക. അപ്പോസ്തല പ്രവൃത്തി 1 മുതൽ 12 വരെ ജെറുസലേം ക്രൂസേഡ്, 13 മുതൽ 28 വരെ ഗ്ലോബൽ ക്രൂസേഡ്. ജെറുസലേമിൽ തുടങ്ങിയാൽ ഗ്ലോബൽ ലെവൽ ഇവനെത്തിക്കും. ഉറക്കെ പറഞ്ഞ ഗ്ലോബൽ ലെവൽ. ഗ്ലോബൽ ലെവൽ അർത്ഥം വടക്കേ അമേരിക്ക മുതൽ തെക്കേ അമേരിക്ക വരെയുള്ള 45 രാജ്യങ്ങളിലും നീ ക്രൂസേഡുകൾ കണ്ടക്ട് ചെയ്യും. പരിശുദ്ധൻ എന്നോട് പറയുന്ന പാടുമെന്നല്ല, പ്രസംഗിക്കും. ദൈവം എന്നോട് പറയുന്നത് പാടുമെന്നല്ല, പ്രസംഗിക്കും.
വെറും ഒരു ചെറിയ രീതിയിൽ ഒരു ആരാധനാ സന്ധ്യ ക്രമീകരിക്കും. പക്ഷെ ജനം വന്ന് കയറും, മുടന്തം നടക്കാൻ തുടങ്ങും, ചിലർ കേൾവി പ്രാപിക്കാൻ തുടങ്ങും, ഊമർ സംസാരിക്കാൻ തുടങ്ങും, തളർവാദികൾ സൗഖ്യമേ എന്ന് നടക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. പിന്നെ ശുശ്രൂഷ മാറും, സന്തോഷം. ദൈവത്തിന്റെ അമ്മ അവനോട് പറയുന്നു, നീയും അങ്ങനെയാകും. പാട്ടിൽ നിന്നും പ്രസംഗത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് നിങ്ങളും കടന്നു കയറും. അഭിഷേകം വെളിപ്പെട്ടു. നിന്റെ പകർച്ച മാറുന്നു, നിന്റെ ഭാരം മാറുന്നു, നിന്റെ വേദന മാറുന്നു, നിന്റെ ദുഃഖം മാറുന്നു, നിന്റെ രോഗം മാറുന്നു. അവൾ സുഖമാകുന്നു. അവളെ ബന്ധിക്കുന്ന രോഗശക്തി അടിയുന്നു, അവളെ ബന്ധിക്കുന്ന പ്രശ്നം അടിയുന്നു. അവൾ സുഖമാകുന്നു. അവിടെ ആരോ സുഖമാകുന്നു, ആരോടെ സുഖമാകുന്നു. What do you feel? Get up from there. Let's know you are healed. Get up. Come. എങ്ങനെ അറിയാം? ദൈവം അവനെ സ്പർശിച്ചു, അവനെ തൊട്ടു, അവനെ വെടിവെച്ചു. പ്രശ്നം അറിയുന്നു. സുഖമായിട്ടിരിക്കുന്നു. എന്റെ അസുഖം മാറുന്നു, ഞാൻ സുഖമാകുന്നു. സൗഖ്യമാക്കുന്നവരിവിടെ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും she couldn't feel the presence of, because she has some doubts in her heart whether this servant of God is from God or not. Okay, praise the Lord, hallelujah. Okay, praise the Lord. Hallelujah, hallelujah. എനിക്ക് ദൈവം സ്പർശിച്ചു. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ശരീരത്തിൽ സാറ് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ശരീരത്ത് വന്നു. അപ്പൊ എനിക്ക് മക്കളില്ലായിരുന്നു. എന്റെ ദൈവം എന്നെ സ്പർശിച്ചു. എന്റെ ശരീരത്തിൽ എന്തോ ഒഴിഞ്ഞു. ഞാൻ ഈ സഹോദരിക്ക് വേണ്ടി കർത്താവേ എനിക്ക് ഈ സഹോദരിയുടെ സൗഖ്യം കേട്ട് എനിക്ക്
ശരി അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ശരീരത്തിന് ക്ഷീണം ക്ഷീണം മാറുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുമ്പോൾ സൗഖ്യം 3 രീതിയിലാണ്. ഒന്ന്, സൗഖ്യം ഉടൻ. 2, സൗഖ്യം ആരംഭിച്ചു തുടങ്ങും. ദിനംപ്രതി നമ്മൾ തുടങ്ങുകയാണ്. ചില ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാവുകയാണ്. കാരണം ചിലപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് ഉത്തരം അസ്പോട്ടിൽ, ചിലപ്പോൾ ഉത്തരം തുടങ്ങിക്കഴിയുകയാണ്, ചിലപ്പോൾ ഉത്തരം ചില നിമിഷങ്ങൾക്ക് നാളുകൾക്ക് ശേഷം ദൈവത്തിന്റെ സൗഖ്യം വന്നു തുടങ്ങി. ഹലോ, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കരങ്ങളെ തട്ടി. ഒന്ന്, ജെറുസലേം ക്രൂസേഡ്. 2, ഗ്ലോബൽ ക്രൂസേഡ്. ജെറുസലേമിൽ നീ തുടങ്ങിയാൽ ഗ്ലോബൽ ലെവലിൽ നീ ചെന്ന് കയറും. സത്യമായിട്ട് കയറും. ഓസ്ട്രേലിയ കാത്തിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ കാത്തിരിക്കുന്നു. ഇന്ത്യയിലെ പട്ടണങ്ങളല്ല, രാഷ്ട്രങ്ങൾ കാത്തിരിക്കുകയാണ്. മലയാളത്തിലല്ല വർഷിപ്പ്, ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് മാറുകയാണ്. വെറും എഴുന്നേറ്റ് നിൽക്കുന്നു, നാവ് ചലിപ്പിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. സത്യമായിട്ടും സന്തോഷം. ഞാൻ ദൈവത്തിൽ വ്യക്തമായി ഞാനത് ഫീൽ ചെയ്തു. പരിശുദ്ധൻ അത്തരത്തിലൊരു മണ്ഡലത്തിലേക്ക് കാലഘട്ടങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നെ വേദനിപ്പിച്ച, നിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ച, നിന്നെ വല്ലാതെ വിഷമിപ്പിച്ച ചില വ്യക്തികളുടെ കൺമുമ്പിൽ ദൈവത്തിന്റെ നാമം നിങ്ങളുടെ മഹത്വപ്പെടുത്തുന്നത് കാണിപ്പിക്കുക. സ്വർഗത്തിലെ ദൈവം നിന്റെ നാവിനെ ലേഖകന്റെ എഴുത്തുകൊലാക്കുകയാണ്. ദൈവം അത് ചെയ്യുവാൻ തോന്നുന്നു. നീ നിന്ദിക്കുന്ന സ്ഥാനത്ത് ദൈവം തന്നെ ഉയർത്തും. നിന്നെ നിന്ദിച്ചവരുടെ കണ്ണുമ്പോൾ സ്വർഗത്തിൽ ദൈവം തന്നെ ഉയർത്തും. നിന്റെ പേര് ഉയരത്തില്ലെന്ന് പറഞ്ഞവരുടെ മക്കളുടെ സ്വർഗത്തിലെ ദൈവം നിന്റെ പേര് ഉയർത്തും. നിനക്ക് അത്ഭുതം സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ കണ്ണുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ അത്ഭുതകരമായ വിഷയമാക്കി മാറ്റും. ശക്തിയോടെ ഒരു ജെറുസലേം ലെവലിൽ പത്രോസ് തുടങ്ങി. ജെറുസലേം ലെവലിൽ പത്രോസ് തുടങ്ങി. പൗലോസോ ഗ്ലോബൽ ലെവൽ ചെന്ന് കയറി. ഈ കാലഘട്ടത്തിലെ ചില ദൈവത്തിന്റെ ഭക്തന്മാർ പത്രോസിനെ പോലെ ജെറുസലേം ലെവലിൽ തുടങ്ങുകയാണ്. പൗലോസിനെ പോലെ നിന്നക്കൊണ്ട് അതല്ല ചില പത്രോസുമാണ് കാലഘട്ടം മാറുന്നു. പൗലോസുമാർ എഴുതി വരുവാൻ തുടങ്ങുന്നു. പത്രോസ് ഒരു ജെറുസലേം ലെവലിൽ, പൗലോസോ ഒരു ഗ്ലോബൽ ലെവലിൽ. ഗ്ലോബൽ ലെവലിലേക്ക് ചെന്ന് കയറുവാൻ അഭിഷേകം. കഴിഞ്ഞ 10 വർഷങ്ങൾ കേരളം കേട്ടത് ഇന്ത്യ എന്ന പദമാണ്. ഹലോ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ചില മനോഭാവമുള്ള വ്യക്തികളുടെ ഹൃദയങ്ങളിൽ കേൾക്കുള്ളൂ. കഴിഞ്ഞ 10 വർഷങ്ങൾ മുമ്പ് വരെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ചിന്ത, നിങ്ങൾ കേട്ട പ്രസംഗം ഇന്ത്യ. പക്ഷെ അത് മാറാൻ പോകുന്നു. ഇനി ലോകത്തിലേക്ക്, ഇനി ഗ്ലോബൽ ലെവലിലേക്ക്, ഇനി വടക്കേ അമേരിക്കയിലേക്ക്, ഇനി തെക്കേ അമേരിക്കയിലേക്ക്, ഇനി യൂറോപ്പിലേക്ക്, ഇനി ആഫ്രിക്കയിലേക്ക്, ഇനി ഏഷ്യയിലേക്ക്, ഇനി ആസ്ട്രേലിയയിലേക്ക് കടന്നു കയറുവാൻ കഴിവുള്ള കിഴക്കാടിയുടെ ദൈവം തുടങ്ങി വരികയാണ്. വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചു. അഭിഷേകം പകരുകയാണ്. അഭിഷേകം അങ്ങനെ പകരുകയാണ്. നാദനകവണം അഭിഷേകം പകരുകയാണ്. പ്രാപിക്കുവാൻ ഭക്തി തുടങ്ങി പ്രാപിച്ചോ. തീ പിടിക്കുകയാണ്.
ശക്തിയുടെ ഇരയാണ്. ഈ ഗ്രൗണ്ടിനകത്ത് പിടിക്കുന്നു, പിടിക്കുന്നു. ഈ പിടിക്കുന്നു, പിടിക്കുന്നു. എന്റെ ദൈവത്തിന് ആർപ്പിട്ടേ, എന്റെ ദൈവത്തിന് ആരവാരം വിട്ടേ, ശക്തിയോടെ. സഹോദരിമാർ മാത്രം ഉറക്കെ നിങ്ങൾ പറഞ്ഞേ. എന്തായാലും ഇവർ തന്നെ വിടുകരുമ്പ. നിങ്ങൾ തോന്നില്ല കേട്ടോ, നിങ്ങൾ സർവശക്തി വീഴ്ചകൾ പറഞ്ഞു ഉറക്കെ രണ്ടുപേരും ഒരുമിച്ച്. എന്തായാലും മമ്മിയുടെ ശബ്ദം ബെറ്റർ അവിടെ. ഉറക്കെ ഹല്ലേലൂയ. 28 അധ്യായങ്ങൾ. ഒരു മാളിക മുറിയിൽ തുടങ്ങി ഒരു പ്രസംഗത്തിൽ അവസാനിച്ചു. ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ അവസാനിപ്പിക്കുവാൻ ആർക്കും കഴിയത്തില്ല. കർത്തന്റെ വരവിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിൽക്കും. അന്ന് വരെ ഈ പ്രവൃത്തി തുറന്നുകൊണ്ടേയിരിക്കും. അർത്ഥം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സകല മക്കൾക്കും അപ്പോസ്തല പ്രവൃത്തികളുടെ 28 അധ്യായങ്ങളുടെ ബാക്കി പത്രം എഴുതാം. സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ നിനക്കെഴുതാം, വിശ്വസിക്കുന്നുവെങ്കിൽ നിനക്കെഴുതാം. 28 അധ്യായങ്ങളുടെ ബാക്കി പത്രങ്ങൾ നിനക്കെഴുതാം. നീ വിശ്വസിച്ചാൽ നിന്നെ കൊണ്ടത് സാധ്യം. കാരണം അപ്പോസ്തലന്മാരുടെ മേൽ പകരപ്പെട്ട അതേ അഭിഷേകം ദൈവം ഈ കാലഘട്ടത്തിൽ പകരുകയാണ്. ഞാൻ വിശ്വസിക്കും ദൈവം അത് പകരാൻ പോകുന്നു എന്നതിനെ പകർ തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഒരു കാലഘട്ടം വരെ പ്രവചനത്തിന്റെ കാലയളവുകളായിരുന്നു കേരളം. കഴിഞ്ഞ 2 മാസങ്ങളായി ദൈവത്തിന്റെ ആത്മാവ് തുടർമാനമായി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവചനത്തിന്റെ കാലയളവ് ഞാൻ അങ്ങ് മാറ്റാൻ പോവുക. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ കാലയളവുകൾ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. കാരണം പ്രവചനത്തിന്റെ കാലയളവുകൾ ടെന്റിനകത്തൊതുങ്ങും. പക്ഷേ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും കാലയളവുകൾ സ്റ്റേഡിയങ്ങളിലേക്ക് കയറി ചെല്ലും. പ്രവചനത്തിന്റെ കാലയളവ് ടെന്റ് മിനിസ്ട്രിക്കകത്തൊതുങ്ങുമ്പോൾ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ കാലയളവുകൾ സ്റ്റേഡിയങ്ങളിലേക്ക് കയറി ചെല്ലും. അർത്ഥത്തിൽ സ്റ്റേഡിയങ്ങൾ നിറയും. ഒരു അമേരിക്കക്കാരൻ വരുമ്പോഴല്ല, നീ വരുമ്പോൾ നിറയും. ഇതിനകത്ത് ചിലപ്പോൾ ആർക്കും അറിയപ്പെടാത്തവനായ ഒരു ചെറിയ ഒരു എല്ലിൻ കഷണം പോലെ ആയിരിക്കും നീ കിടക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരുമ്പോൾ because that power can enable you to perform the miracles and wonders. But you shall receive power. Oraka parna power. Oraka power. You shall receive. Yes. That is ability, കഴിവ്. Amen. Efficiency and might. ചലനശേഷി ഇല്ലാത്ത നിന്നെ ചലിപ്പിക്കുവാൻ കഴിയുന്നത്. പിശാചിന്റെ മുൻപിൽ ചലിക്കുവാൻ കഴിയാത്ത നിന്നെ ചലിപ്പിക്കുന്ന ശക്തി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബത്തിന്റെ ഉള്ളവകളിലെ മാന്ത്രിക ശക്തികൾക്കെതിരെ നിൽക്കുവാൻ കഴിയാത്ത ചില ഭക്തികളെ ഇപ്പോൾ ആ മാന്ത്രിക ശക്തികൾക്കെതിരെ നിൽക്കുവാൻ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ ശക്തിപ്പെടുന്നു. പ്രാപിച്ചോ, പ്രാപിച്ചോ. Ability, efficiency and might for what to perform miracles and wonders. Amen.
to perform miracles and wonders. ഉറക്കെ പറഞ്ഞ miracles and wonders. എന്റെ ദൈവം എന്നോട് പറഞ്ഞ പദോ പ്രവാചക കാലയളവ് അവസാനിക്കുകയാണ്. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ കാലയളവ് തുടങ്ങുകയാണ്. അന്യഭാഷ 3000 വ്യക്തികളെ ദൈവത്തിന്റെ മാർഗത്തിങ്കിലേക്ക് ആകർഷിക്കുവാൻ 120 പേരുടെ അന്യഭാഷ. എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം. പൊട്ടക്കിണറുകളെ ജീവജല നദിയുടെ ഉറവകളാക്കി മാറ്റുന്ന നാളുകൾ ഞാൻ ആരംഭിക്കുകയാണ്. പരിശുദ്ധം വ്യക്തമായി പറയുന്നു, പൊട്ടക്കിണറുകളെ ജീവജല നദിയുടെ ഉറവകളാക്കി എന്റെ ദൈവം മാറ്റുന്ന നാളുകൾ ഇത് ആരംഭിച്ചു തുടങ്ങുകയാണ്. ചിലപ്പോൾ നിന്റെ ജീവിതം ഒരു പൊട്ടക്കിണർ തുല്യമാകാം. പക്ഷെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങുവാൻ തുടങ്ങിയാൽ ജീവജല നദിയുടെ ഉറവ. സകല വ്യക്തികളുടെ കൂട്ടുകെട്ടുകളെ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ നാളുകളിൽ ഞാനത് ദേശത്തിന്റെ മേൽ പകരുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പരിശുദ്ധനായ ദൈവത്തിന്റെ ആലോചന എന്ന് മഴക്കാലം കൂടി വന്നിരിക്കുന്ന ദൈവസഭയോട് ദൈവാത്മാവ് വ്യക്തമായി പ്രവർത്തിക്കുകയാണ്. അമാനുഷികമായ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ശക്തിയെ ദേശങ്ങളുടെ മധ്യത്തിൽ ഞാൻ പ്രദർശിപ്പിച്ച് ജനലക്ഷങ്ങളെ എന്റെ മാറ്റത്തിലേക്ക് കിരിക്കുന്ന ആളുകൾ ഏറ്റവും ആസന്നമായി വന്നിരിക്കുകയാണ്. പരിശുദ്ധന്റെ ആത്മാവ് ഇന്ന് നൽകാൻ ദൈവസഭയോട് ആലോചന പറയുകയാണ്. പ്രാപിക്കുവാൻ കഴിയുന്നവൻ പ്രാപിച്ചു. അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ വീര്യപ്രവൃത്തികളുടെ ശക്തിയെ നാല് സഭയുടെ പകരമെന്ന പരിശുദ്ധന്റെ ആലോചന. ഹലോ ഉറക്കെ ശബ്ദമുണ്ടെങ്കിൽ പ്രതികരിച്ചോ, ശബ്ദമുണ്ടെങ്കിൽ പ്രതികരിച്ചോ, ശബ്ദമുണ്ടെങ്കിൽ പ്രതികരിച്ചോ, കൈകളുണ്ടെങ്കിൽ തട്ടിക്കോ, ശബ്ദമുണ്ടെങ്കിൽ പ്രതികരിച്ചോ, നഷ്ടപ്പെട്ടു പ്രാപിച്ചോ, പ്രാപിച്ചോ. പുരുഷന്മാരെ നിങ്ങൾ നോക്കിയിരിക്കരുത്, പുരുഷന്മാരെ നിങ്ങൾ
നോക്കിയിരിക്കരുത്. സഹോദരിമാർ കൊണ്ടുപോകരുത്. നിങ്ങൾ ചിലത് പ്രാപിച്ചെടുക്കുന്നു, നിങ്ങളെ ചിലത് കൊണ്ടുപോകും, നിങ്ങളെ ചിലത് കൊണ്ടുപോകും. ഈ കാലഘട്ടം ദൈവസഭയുടെ ദൈവത്തിന്റെ ഭക്തമാണത്. പരിശുദ്ധനായ ദൈവം പറയുന്നു, ഈ അഭിഷേകത്തിന്റെ കാലഘട്ടത്തിൽ പ്രാപിക്കുന്ന കഴിവിന്റെ സഹോദരന്മാരെ നിങ്ങൾ പ്രാപിക്കുക, നിങ്ങൾ പ്രാപിക്കുക. ഉറക്കെ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരുന്നോ 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 ബീദേ ഇരുന്നോ ഇരുന്നോ ഇരുന്നോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇരുന്നോളൂ. ആമേൻ. ഒരു മാളിക മുകളിൽ പുറകിൽ കയറിയിരുന്നു. ഇവിടെ 120 പേരല്ല, ഇവിടെ ഇവിടെ 300ഓളം പേരുണ്ട്. 120 പേർ ഒരു മാളിക മുറിയുടെ മുകളിൽ കയറി, ഇങ്ങനെ ആവിനെ മുകളിൽ കയറിയിരിക്കുന്ന പോലെ. അതിൻ്റെ ഉള്ളിൽ അശുദ്ധിയുണ്ട്, അതിനുള്ളിൽ ദുഷ്ടതയുണ്ട്, പൈശാചികത്വം പണം വിൽക്കുന്നുണ്ട്. പക്ഷെ യഹോവ അതിൻ്റെ മേൽ തൻ്റെ കരഞ്ഞിട്ട് മാളിക മുറിയിൽ 120 പേർ കയറിയിരുന്നു. 120 പേർ 10 ദിവസം തുടർമാനമായ സ്തുതിയും സ്തോത്രവും പറഞ്ഞു. Worship, 10 days of praise and worship. Hallelujah. That was the origin of the revival. 10 days of praise and worship. അതായിരുന്നു ഉണർവിന്റെ ആരംഭം. അപ്പോസ്തല പ്രവൃത്തികളുടെ ആരംഭം 10 ദിവസത്തെ സ്തുതി സ്തോത്രങ്ങളിലായിരുന്നു. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചുകാർ ഒരു ബ്രേക്ക് ത്രൂ എന്ന പേരിൽ ഒരു 21 days പ്രാർത്ഥന. ഫാസ്റ്റിംഗ് എന്ന് പറയത്തില്ല ഞാൻ, കാരണം ഞാൻ ഫാസ്റ്റ് ചെയ്തില്ല, കാരണം കർത്താവിനോട് ക്രൂസിക്കാൻ പറഞ്ഞില്ല. ഏതോ ഒരു ദിവസം വന്നെത്തി, അന്ന് പ്രസംഗകൻ വന്നില്ല. പ്രസംഗകൻ വന്നില്ലെങ്കിൽ ഞാൻ ദുഃഖിക്കാറില്ല, ഞാൻ രംഗ് പ്രസംഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് പ്രസംഗിക്കാൻ പറ്റിയില്ല. പാട്ട് പാടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ രാത്രിയിലെ യുഗത്തിൽ ഒരു മിന്നൽ പിണറി യോഗത്തിലേക്ക്, ഗ്രൗണ്ടിലേക്ക്, ആ ടെന്റിനകത്തേക്ക്, ആ ഹോളിനകത്തേക്ക് ഇറങ്ങി വിടുന്നത് കണ്ടു. അത്ര തന്നെ ലെവൽ അങ്ങ് മാറി. പിന്നെ ജനം മൊത്തം മറ്റൊരു മണ്ഡലത്തിലെത്തി. അന്ന് ഒരു ബ്രേക്ക് ത്രൂ ആരംഭിച്ചു. എനിക്ക് മനസ്സിലായി, സ്തുതികളുടെയും സ്തോത്രങ്ങളുടെയും മധ്യത്തിൽ നിനക്ക് പ്രാപിക്കുവാൻ കഴിയാത്ത കൃപയില്ല, വരങ്ങളില്ല, ശക്തിയില്ല, അഭിഷേകമില്ല. ഇവയെല്ലാം ഇതിന്റെ മധ്യത്തിൽ ഉണ്ടായി വരികയാണ്. ചില പറയാണ്ട് പ്രസംഗമല്ലോ, വെറും സ്തോത്രം മാത്രമല്ലേ ഉള്ളൂ, വെറും സ്തുതി മാത്രമല്ലേ ഉള്ളൂ. പാട്ട് വേണ്ട, പ്രസംഗം വേണ്ട, പ്രസംഗത്തിന്റെ കൊഴുപ്പ് വേണ്ട. പക്ഷെ ഉയരത്തിലെ ശക്തി ഇറങ്ങുവോളം എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതിയും സ്തോത്രവും നീ അർപ്പിച്ചാൽ നിന്റെ ഒരൊറ്റ വാക്കിൽ 1000 you can attract 3,000 people to the kingdom of God. Amen. You can attract. Praise the Lord. Praise the Lord. Praise the Lord. ഒരു 2000 വർഷങ്ങൾക്ക് മുൻപിലാണ് ഒരൊറ്റ പ്രസംഗത്തിലെ വാക്കുകൾ 3000 പേർ കർത്താവിലേക്ക് തിരിഞ്ഞത്. കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുൻപേ
റെയ്നാൾഡ് ബോങ്കയുടെ കൺവെൻഷൻ അങ്ങോട്ട് 19 ലക്ഷം പേർ രക്തയോഗത്തിൽ കരമുയർത്തി ദൈവത്തെ കർത്താവിനെ അംഗീകരിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു കേരളക്കരയിലെ നിങ്ങളിൽ ഏതോ ചില വ്യക്തി അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ 1 കോടി വ്യക്തികൾ ഒരൊറ്റ വ്യക്തികൾ കർത്താവിനെ പ്രാപിക്കുവാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. വിശ്വസിക്കുവാൻ this. It's a prophetic utterance from my God. God will enable you. God will equip you to attract 1 crore people. Amen. Okay, hallelujah. Satyode hallelujah. Satyode hallelujah. Tongues. അന്യഭാഷ 120 പേർ ഒരുമിച്ച് അന്യഭാഷ പറഞ്ഞു. അവരുടെ ശബ്ദം കേട്ട് ദേശം ഇളകി വന്നു. അവർ കണ്ടത് വീഞ്ഞു കുടിച്ച് മത്തരായ ചിലരെയാണ്. ആമേൻ. ഹല്ലേലൂയ. കണ്ടാൽ വീഞ്ഞു കുടിച്ച് മത്തനെന്ന് തോന്നും, പക്ഷെ വീഞ്ഞു കുടിച്ചതല്ല. പരിശുദ്ധയാത്മാവെന്ന പുതുവീഞ്ഞ് അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവനെല്ലാം പറഞ്ഞിരിക്കുവാൻ നിനക്ക് കഴിയത്തുള്ളൂ. പുതുവീഞ്ഞ് പ്രാപിക്കുവാൻ നടക്കുകയായ പാരമ്പര്യം വഴിമാറും. നിന്റെ ലവലത്തും നിന്റെ കാലുകളതും നിന്റെ കൈകളതും നിന്റെ ഇരിപ്പിടത്തിന് വഴിമാറും. നീ വേദനക്ക് ചാടും, വേദനക്ക് തൂങ്ങും, വേദനക്ക് ഓടും, വേദനക്ക് ചാടിക്കയറും, വേദനക്ക് തൂങ്ങും. You shall receive power. What do you mean? And that from you shall. Orke parne you shall. Orke you shall receive power. Means you shall receive power ministries. That is, you can do power ministries. You can do healing ministries. You can do miracle working. You can do miracle ministries. You can do extraordinary prophetic ministries. You can do strategic level spiritual warfare ministries. You can do deliverance ministries. Amen. Hallelujah. Because this power can enable you to perform these ministries in this year. Amen. Praise the Lord. Hallelujah. You can perform these ministries. These ministries, healings, miracles, extraordinary prophecy, deliverance ministry, strategic level spiritual warfare. Okay? Hello? 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 You can do. എനിക്ക് സാധ്യം. ഉറക്കെ പറഞ്ഞ് എനിക്ക് സാധ്യം. ഉറക്കെ പറഞ്ഞ് എനിക്ക് സാധ്യം. എനിക്ക് കരം വെച്ച് പറഞ്ഞ് എനിക്ക് സാധ്യം. രോഗശാന്തികളുടെ ശുശ്രൂഷ നടത്തുവാൻ പറഞ്ഞു. രോഗശാന്തികളുടെ ശുശ്രൂഷ നടത്തുവാൻ ഉറക്കെ രോഗശാന്തികളുടെ പറ്റത്തില്ല. ഉറക്കെ പറയണം. രോഗശാന്തികളുടെ ശുശ്രൂഷ നടത്തുവാൻ, വീര്യപ്രവർത്തികളുടെ ശുശ്രൂഷ നടത്തുവാൻ, അമാനുഷികമായ പ്രവചനം നടത്തുവാൻ, വിടുതലും ശുശ്രൂഷ നടത്തുവാൻ, ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന പിശാചുക്കളെ പുറത്താക്കുവാൻ എന്റെ ദൈവം എന്റെ മേൽ പകരുന്ന ദൈവത്തിന്റെ ശക്തിയാൽ എനിക്ക് സാധ്യം. ഈ ശക്തി നിന്റെ മേൽ വന്നാൽ, ഈ പാവം നിന്റെ മേൽ വന്നാൽ, you can do this ministries. Sandamana, Ododivilia, Sandamani. Don't smile, don't laugh. Now I can feel the presence of the living God in our midst. കഴുത്തിന് പ്രശ്നമുള്ള ആരോ ഇവിടെ സുഖാവുന്നു. കരമേൽപ്പിക്കൂ. Yes. Raise my power. Now I am going to be healed by the power. Yes.
Receive the power. You are healed. Yes, you are healed. You സുഖമായി കഴിഞ്ഞു. Somebody feel? സുഖമായി സുഖമായോ ഇല്ലയോ? സുഖമുണ്ട്. ചെറിയ സുഖമോ ശരിക്കുള്ള സുഖം. Receive the power of healing. Oh, സുഖമുണ്ട്. How do you believe this? വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? Oh, വിശ്വസിക്കുന്നു. Receive the power. You will receive healing ministries. Amen. Okay. Guys, you will നിനക്ക് രോഗശാന്തികളുടെ അനുഭവം പ്രാപിക്കാം. Yes, get up from there. Hello, get up from there. Now you can receive. If you നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ പറ്റത്തില്ല. First of all, you must have the faith in your heart. നിനക്ക് വിശ്വാസം ഉണ്ടായേ പറ്റുള്ളൂ. Okay. People in this class, ഈ വാക്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ? Hello. I want to see another one because I need എനിക്ക് വിശ്വാസമുള്ളവർ വേണം. എനിക്ക് വിശ്വാസമുള്ളവർ വേണം. Who can? Oh, Rabba, Lahara, Si, Lahandari, Adoramo, Rianda, Masaka, Rianda, Abori, Rianda, and another Rianda. Hello. Yeah. ദൈവം നിന്നെ തേടി വരുന്നു. കാരണം ദുഃഖം ആക്കുകയും ചെയ്യുന്നു. എൻ്റെ മേൽ ചിലരെ പകരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കുക. ഒന്ന് നീ സുഖമാകുന്നു. ആകുന്നില്ല. ഹലോ, ഇത് വെറും കടിയല്ല. ഈ സംഭവം നടക്കുകയാണ് ഇവിടെ. ഇവിടെ ആരും പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെ പരിശുദ്ധി എന്നും സൗഖ്യമാക്കുക. കാരണം ഇവിടെ സാന്നിധ്യം വെളിപ്പെടുന്നു. സാന്നിധ്യം രോഗികളെ സുഖമാക്കുന്നു. ദൈവ സാന്നിധ്യം രോഗികളെ സുഖമാക്കുന്നു. Now you can receive the power. Receive the power. Receive, Almighty, mighty, receive the power. എന്തോ കറണ്ട് അടിക്കുന്ന പോലെ ഇറങ്ങി വരികയാണ്. കറണ്ട് അടിക്കുന്നത് പോലെ. ഹലോ, പ്രതികരിക്കാൻ ആളുണ്ടെങ്കിൽ പ്രതികരിച്ചോ. You can receive healings and miracles. Amen. Hello. You can receive healings and miracles. That is, you can do healing ministries in this year to attract lakhs of people. ലക്ഷങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ നിനക്ക് ഈ ശുശ്രൂഷ ചെയ്യാം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അടയാളങ്ങൾ. ക്യാൻസർ ഇവിടെ സുഖാകണം. കടലകൾ മാറാൻ തുടങ്ങുന്നു. അനാവശ്യ വളർച്ചകൾ, ട്യൂമറുകൾ മാറി തുടങ്ങുന്നു. അത്ഭുതങ്ങൾ ഇതിനകത്ത് സംഭവിച്ചു തുടങ്ങും. ഇപ്പോൾ പ്രാപിക്കുവാൻ കഴിവുള്ളവർ പ്രാപിച്ചു. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കാൻ കഴിവുള്ളവർ പ്രാപിച്ചു. എഴുന്നേൽക്കുവാൻ കഴിയാത്തവർ എഴുന്നേൽക്കാൻ തുടങ്ങുക.
കൈകളെ ചലിപ്പിക്കുവാൻ കഴിയാത്തവർ കൈകളെ ചലിപ്പിക്കുക. കാഴ്ച കുറഞ്ഞവർ കണ്ണുകളിൽ കാഴ്ച പ്രാപിക്കുക. ആ സ്പെക്സ് എല്ലാം ഉരുവിക്കുവാൻ തുടങ്ങുക. ചെവികൾ കേൾവി പ്രാപിക്കുവാൻ ആരംഭിക്കട്ടെ. ആ ചലിക്കാത്ത നാവുകൾ ചലിച്ചു തുടങ്ങട്ടെ. ഓ, ചലിച്ചു തുടങ്ങട്ടെ. ആ യുഡിപ്പിലെ പ്രശ്നമാകട്ടെ, നട്ടല്ല പ്രശ്നമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത് കുരിയാത്ത അവസ്ഥകൾ കുരിയട്ടെ. ഓ, നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ നിനക്കും ഇത് ചെയ്യും. ഇത് ദൈവശക്തി നിന്റെ മേൽ വരുമ്പോൾ ഇതൊരുവായി വരികയാണ്. Power will come upon you. ശക്തി നിന്റെ മേൽ വരും. അർത്ഥം you can perform miracles and wonders. Not only this, but also you can become a healing minister. Amen. That is, you can heal people. For what purpose? To attract lakhs of people. Amen. Praise the Lord. ഉറക്കെ കരങ്ങളെ തട്ടി. You can do extraordinary prophetic ministries. You can do hello. You can do extraordinary prophetic ministry. You can become a prophetic minister. Amen. It is prophecy. Hello. നിനക്കൊരു അസാധാരണ പ്രവാചകനായി തീരാം. ഒരു സാധാരണ പ്രവാചകനല്ല, ഒരു അസാധാരണത്വമുള്ള പ്രവാചക ശുശ്രൂഷ നിനക്ക് നിവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. Praise the Lord. Praise the Lord. Praise the Lord. അസാധാരണമുള്ള സാധാരണത്വമുള്ളതല്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അസാധാരണത്വമുള്ള ദൈവശക്തി ഇറങ്ങിക്കഴിഞ്ഞു. അസാധാരണത്വമുള്ള പ്രവാചക ശുശ്രൂഷ സാധാരണത്വമുള്ളതല്ല. ഈ ദേശത്തെ കുറിച്ച് പ്രവചിക്കുക, ഇന്ത്യയെ കുറിച്ച് പ്രവചിക്കുക, രാഷ്ട്രങ്ങളെ കുറിച്ച് പ്രവചിക്കുക, ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരെ നോക്കി പ്രവചിക്കുക. ഒരു സാധാരണ പ്രവചനമല്ല. ദേശങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ തക്കതായ നിലവാരത്തിൽ ദൈവത്തിന് വേണ്ടി പ്രവചിക്കാം. അത് ആരംഭിക്കുന്നു. രാഷ്ട്രങ്ങൾ, ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂഖണ്ഡങ്ങൾ ദൈവത്തിലേക്ക് തിരിയാത്ത കാര്യത്തിൽ പ്രവചിക്കുക. നാളെ രാഷ്ട്രങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നു? ശക്തി പുറപ്പെടുന്നു. ഒന്ന് വ്യക്തിപരമായ പ്രവചനം, രണ്ട് ദേശ സംബന്ധമായ പ്രവചനം, മൂന്ന് രാജ്യ സംബന്ധമായ പ്രവചനം, ഭൂഖണ്ഡങ്ങളെ ചുറ്റിയുള്ള സംപ്രവചനം, ലോകത്തെ സംബന്ധിച്ചുള്ള പ്രവചനം, നാല് രീതിയിൽ പ്രവചനം. ഇവിടെ 10,000 കൂടി വരും. ഹരിപ്പാട് ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു. 10,000 ഒരുമിച്ച് എന്റെ നാഥനെ സേവിക്കുവാൻ ഈ പട്ടണം നോക്കി വരുന്നു, ഈ പട്ടണത്തിലേക്ക് വരുന്നു. ഹരിപ്പാട് നീ അത് പ്രാപിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആണിത്തിമർത്തി നിൽക്കുന്ന അന്ധകാര ശക്തികൾ സമ്പൂർണ്ണമായി കെട്ടഴിഞ്ഞ് മാറുവാൻ തുടങ്ങുകയാണ്. ദേശത്തിന്റെ മേൽ പരിശുദ്ധൻ ആഗ്രഹിക്കുന്ന വിടുതലിപ്പോൾ ഈ രാജ്യം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധന്റെ ആത്മാവ് വ്യക്തമായി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, ഞാൻ എന്റെ സഭയ്ക്ക് വിരോധമായി ഒരു ശക്തിക്കും എഴുന്നേൽക്കുവാൻ സമ്മതിക്കാത്ത നിലവാരത്തിൽ എന്റെ കരം ഈ ദേശത്തിന്റെ മേൽനിർത്തും, ഈ രാജ്യത്തിന്റെ മേൽനിർത്തും. രാജ്യം എന്റെ ശക്തിയുടെ കർമ്മത്തിൽ ഇറങ്ങും.
പരിശുദ്ധൻ 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 ഇങ്ങനെ പ്രവചിക്കുവാൻ പറയുന്നു. 2010 പല ശുശ്രൂഷ സംഘടനകൾക്ക് വ്യത്യസ്തതയായിരിക്കും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിലവാരത്തിലല്ല. 2010 മുതൽ പല ശുശ്രൂഷ മണ്ഡലങ്ങൾക്ക് വ്യത്യസ്തത, പല മിനിസ്ട്രീസുകൾക്ക് വ്യത്യസ്തത, രാജ്യത്തിൽ വ്യത്യസ്തതയേറിയ ശുശ്രൂഷകൾ സ്ഥാപിക്കുവാൻ ചില മിനിസ്ട്രീസിനെ ദൈവം പരിശുദ്ധന്റെ ആത്മാവിനോട് പറയുന്നു. കേരളത്തിൽ നിന്നും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക്, ഇവിടെ നിന്ന് മിഷണറിമാർ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കേരളം നിന്ന് പുറപ്പെടുന്നു. പ്രാപിച്ചോ ഇതിനകത്ത് വ്യത്യസ്തമായ ജാതികളുടെ മധ്യത്തിൽ വ്യത്യസ്തമായ ശക്തന്മാരെന്ന് ഈ കാലഘട്ടം പറയുന്നവരെ കൊണ്ടല്ല, ദോഷന്മാരെന്ന് ലോകഗിരി എഴുതിയവരെ കൊണ്ട് പരിശുദ്ധനെ ചെയ്യിപ്പിക്കുവാൻ പോകുകയല്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അവസ്ഥമായി വിളിച്ചു പറയുന്നു. ഈ അഭിഷേകത്തിന്റെ കാലം പ്രാപിക്കുവാൻ കഴിയും, പ്രാപിക്കുവാൻ ആരംഭിക്കുക. അതുകൊണ്ട് കഴിയാത്തവരുടെ കാലങ്ങളിൽ സൗഖ്യമുണ്ടായി വരുന്നു. ചില ഭക്തികളുടെ കാലങ്ങളിൽ ബലപ്പെടുന്നു, ചില ഭക്തികളുടെ കാലങ്ങളിൽ ബലപ്പെടുന്നു, ചില ഭക്തികളുടെ ശരീരം മുഴുവൻ ബലപ്പെടുവാൻ ആരംഭിക്കുന്നു. അവിടെ നിന്ന് കേൾക്കുമ്പോൾ അവിടെ നിന്ന് ഒന്ന് സമ്മതിക്കുന്നില്ല. മുമ്പിലേക്ക് you are going to become a healing minister. A minister has the power. Receive. ശക്തി പുറപ്പെട്ടു വരുന്നു. നിന്നെ ബാധിക്കുന്ന മാനസിക തകർച്ചകൾ, നിന്റെ മാനസിക ഡിപ്രഷൻസ്, വേദനകൾ അപ്രത്യക്ഷമാകുന്നു. പ്രാപിച്ച്